കഴിച്ച് അങ്ങനെ ദുരന്തർ കണ്ടു. കിടിലം മൂവി കേട്ടോ. കിടിലം എന്ന് പറഞ്ഞാൽ പീക്ക് മൂവി. 1-നേക്കാൾ ഒരു 2 സ്റ്റെപ്പ് മുകളിലാന്ന് പറയാൻ 2. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇത് PVRലാണ് കാണാൻ പോയി. കുറേ ഇഷ്യൂ ഞാൻ കേട്ടു. അതായത് അത് എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് ഞാൻ ശരിക്കും ബുക്ക് ചെയ്തത് എൻ്റെ ഒരു മലയാളം വേർഷനാണ് ബുക്ക് ചെയ്തത്. സോ പടം തുടങ്ങുന്നതിന് എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂർ മുമ്പ് PVR ആരാനെ വിളിച്ചിട്ട് ഷോ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം തമിഴും മലയാളത്തിൻ്റെയും വേർഷൻ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. സോ എനിക്ക് ഇത് റിവ്യൂ പർപ്പസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കാണാതെ പറ്റില്ലായിരുന്നു. ഇന്ന് തൊട്ടുള്ള ഷോസ് എനിക്കൊന്ന് കുറച്ച് സെൻസർ ചെയ്ത ഭാഗങ്ങളാണ്. എന്തോ 3 മണിക്കൂർ 49 മിനിറ്റ് എന്തോ ഉള്ളൂ. ഞാൻ കണ്ടത് 3 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്കത് കാണണമെന്നുണ്ടായി. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഹിന്ദിക്ക് ബുക്ക് ചെയ്തു. 5:10 ഷോ ആയിരുന്നു. ലുലുവിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. 5:10 ഷോ ആയിരുന്നു. പക്ഷേ നമ്മൾ ആൾക്കാരെ കയറ്റി വിട്ടു തുടങ്ങിയത് 5:30 എന്തോ ആയി. അരമണിക്കൂർ വീണ്ടും കൊടുത്തു. എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട് പടത്തിന്. പിന്നെ ഞാൻ കേട്ടു സബ് ടൈറ്റിൽസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയണ്ടായി. കയറുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് മെസ്സേജും കണ്ടു. അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു സബ് ടൈറ്റിൽസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, നമുക്കറിയാലോ ഈ ഹിന്ദിയാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി മനസ്സിലാവുമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതും നോർമൽ ഹിന്ദി. പക്ഷേ ഈ മൂവീസിലൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ കടുകട്ടി വാക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പേടിച്ചു, ഈശ്വര ഇത് കഥ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാന്നുള്ള രീതിയിൽ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് സബ് ടൈറ്റിൽ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. സബ് ടൈറ്റിൽ ഉണ്ടായി. സോ അങ്ങനെ മൂവി മൊത്തത്തിൽ കണ്ടു. എവിടെയും ലാഗില്ല. 4 മണിക്കൂറുണ്ട് പടം. എവിടെയും ലാഗ് അടുപ്പിച്ചില്ല എന്ന് തന്നെ എവിടെയും ലാഗ് അടുപ്പിച്ചില്ല. നമുക്ക് ബോറടി എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ മൂവി തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആ മൂവിയിൽ നമ്മൾ ഇൻവോൾവ് ആയി പോകും. അത്രയ്ക്ക് കിടിലം മേക്കിംഗ് ആണ് ഇതിൻ്റെ. മേക്കിംഗ് ആണ്, റൈറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഓരോ ആക്ഷൻ സീക്വൻസ്, അതുപോലെ തന്നെ ഇതിൽ ഇടുന്ന മ്യൂസിക് ഓരോ എനിക്കൊന്ന് 10-15 മിനിറ്റ് കൂടുമ്പോൾ ഓരോ മ്യൂസിക്കാണ്. ഓരോ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഓരോ സീൻ വരുമ്പോൾ അതിന് ഇതായിട്ട് ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പഴയ പാട്ടുകൾ. പിന്നെ ഇതിൽ റസ്പുട്ടീൻ ഇടുന്നുണ്ട് ലാസ്റ്റാണ്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ആ സീനൊക്കെ. സോ മൊത്തത്തിൽ ഒരു അടിപൊളി മൂവിയാണ്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം ആക്ഷൻ സീൻസ്. മൂവി തുടങ്ങിയ ഒരു 10 മിനിറ്റിൽ തന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് പീക്ക് ലെവൽ സാധനം കേട്ടോ. ആബ്സല്യൂട്ട് സിനിമ, കിടിലം സാധനം. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ 4-5 ആക്ഷൻ സീക്വൻസ് ഉണ്ട്. എല്ലാം അടിപൊളി. പിന്നെ ഇതിൽ നമ്മൾ ചിന്തിക്കാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ട ക്യാരക്ടേഴ്സിനൊരു ചേഞ്ച് ഉണ്ട്. പെട്ടെന്ന് ഷിഫ്റ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു ഇതായിരുന്നു ഇതെന്ന്. അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ്. 1 എനിക്ക് ഇതിനെ കാണാൻ പറ്റിയില്ല. 1 എന്തോ പല ഇഷ്യൂ പറഞ്ഞാൽ എനിക്ക് 1 തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഞാൻ OTT വന്നപ്പോഴാണ് കണ്ടത്. അതും കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞൊക്കെ ആയിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ 2 കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 2 പോയി ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. അത് വെർത്തായെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഇതിൽ കുറേ പ്രൊപ്പഗാൻഡാസൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് മൂവിയുടെ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അങ്ങനെ അതിനെപ്പറ്റി വേണ്ടി ഒരു വീഡിയോ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. ഈ മൂവിയുടെ പൊളിറ്റിക്സൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുമ്പ് ശരിക്കും നടന്ന ഇൻസിഡൻറ്റിനായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ മൂവിയിൽ പറയുന്നുണ്ട്. സോ അതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് ഈ മൂവിയിൽ പൊളിറ്റിക്സ് കുത്തിക്കയറ്റണം എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല. മൂവിയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ ഇടയിൽ ബാക്കി കുറേ കാര്യങ്ങളുണ്ടാവും. അതിനെപ്പറ്റി സംസാരിക്കുന്ന വേറെ പല വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. സോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. മൂവിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. സത്യം പറഞ്ഞാൽ ഈ മൂവിയിൽ രൺവീർ സിംഗും മാധവനും 2 പേരും പടം തൂക്കി. പ്രത്യേകിച്ച് മാധവൻ്റെ ഓരോരോ സീൻസ് കാണിക്കുമ്പോൾ പുള്ളിയുടെ ഓറ ഉണ്ടല്ലോ, ഇങ്ങനെ കയറി പോവും. കിട്ടില്ല. പുള്ളി വലിയ മറ്റേ ഭയങ്കരമായിട്ടുള്ള മാസ് ഡയലോഗോ പുള്ളിക്ക് വേണ്ടി മറ്റേ ആക്ഷൻ സീക്വൻസ് ഒന്നുമില്ല. പുള്ളി വെറുതെ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന് ആ സീൻ നമ്മുടെ തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യണ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. നമ്മൾ ആ ഒരു ഭയങ്കര ഒരു ഓറ മൊമെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. ഓരോ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടം കൊണ്ട് തീർന്നു. ഇത് ഒരു തേർഡ് പാർട്ടിലേക്ക് ഇനി പോയില്ല. കാരണം ചില കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ എൻഡ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഈ മൂവി 1ഉം 2 കൊടുത്തു. ഇനി അതിനൊരു തേർഡ് പാർട്ടിന് ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എന്താണ് നമ്മൾ മൂവിയിൽ ഇല്ലെങ്കിൽ ആ ഒരു രൺവീർ സിംഗ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഹംസ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ പർപ്പസ് അത് നമ്മൾ 2ൽ നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. അതവിടെ തീർന്നു. ഇനി അതിന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് അവിടെ വെച്ച് നിർത്തിയാലേ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനി തേർഡ് പാർട്ട് ഇറക്കി ഇനി എങ്ങാനും ഫെയിലായി പോയാൽ പിന്നെ ഫസ്റ്റ് സെക്കൻഡിൻ്റെ ആ ഇതങ്ങ് പോവും. അതുകൊണ്ട് അതവിടെ വെച്ച് നിർത്തിയത് എന്തുകൊണ്ടും നന്നായി. ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. എന്തോ തേർഡ് പാർട്ടിൻ്റെ ഇത് ഉണ്ടാവുമെന്നും ഞാൻ കേട്ടിട്ടുണ്ടായി.
തേർഡ് പാർട്ടിലേക്കുള്ള ഒരു എന്തോ ഒരു സീനായിരിക്കും പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഞാൻ കേട്ടിട്ടുണ്ടായി. പക്ഷേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഞാൻ കണ്ടപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഒരു ക്ലിയറൻസ് കൊടുത്തു. ഇപ്പോൾ വേണമെങ്കിൽ ആൾക്കാർ ഒരുപാട് ഇരുന്ന് ചിന്തിച്ച് ഈ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ കണ്ടുപിടിച്ചേക്കാവുന്ന ഒരു ലൂപ്പ് ഹോളാണ് അവർ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഇട്ടത്. സോ അതവിടെ അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. സോ പിന്നെ ഒരു ടൈപ്പ് വേറെ ലൂപ്പ് ഹോൾസ് ഒന്നും ഞാൻ കാണുന്നില്ല മൂവിയിൽ. എല്ലാം ക്ലിയറായി, എല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിപ്പിച്ച ഒരു മൂവിയാണ് ദുരന്തർ 2 ദ റിവെഞ്ച്. സോ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ നമ്മുടെ 1 റഹ്മാൻ ദ കിഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. അത് വേറൊരു വൈബായിരുന്നു കേട്ടോ. അതുപോലെ ഒരു വില്ലൻ നമുക്ക് ഇതിൽ കണ്ട വില്ലൻ ഉണ്ട്, 1-2 വില്ലന്മാരുണ്ട് ഇല്ലെന്നല്ല. പക്ഷെ പുള്ളി ആ 1 ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓളം 2 വില്ലന്മാർക്ക് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുള്ള കാര്യമാണ്. സോ ഈ മൂവിയിൽ പുള്ളി നമ്മൾ കണ്ടുമല്ലോ, പുള്ളി മരിച്ചു. അതുകൊണ്ട് പുള്ളിക്ക് ഇതിലധികം സീനൊന്നുമില്ല. അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തായിരുന്നെങ്കിൽ, പാസ്റ്റിൽ എന്തെങ്കിലും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് ഈ മൂവിനെ ബാധിക്കുന്നില്ല കേട്ടോ. മൂവി മൊത്തത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ എവിടെയും ലാഗ് ഇല്ലാതെ നല്ല ക്ലീനായിട്ട് എല്ലാ കാര്യവും പറഞ്ഞ് ആവശ്യമില്ലാത്ത സീനൊന്നും ഇല്ലാതെ പാട്ടൊക്കെ BGM ഒക്കെ ഇട്ട് നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ കയറ്റി നല്ല വെടിപ്പായിട്ട് അവസാനിപ്പിച്ച ഒരു മൂവിയാണ് ദുരന്തർ 2. സോ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.